എങ്ങനെയാണ് ഒരു നല്ല രക്ഷകർത്താവാൻ പറ്റുന്നത്? ഇത് പലപ്പോഴും ഒരു ചോദ്യമാണല്ലേ. പാരൻറ്റിങ് നല്ലതായിരിക്കണം, പാരൻറ്റിങ് സ്റ്റൈല് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമുക്കതാവാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവും. ആരാണ് പാരൻസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്താണ് പിന്നീടാണ് നമുക്ക് എങ്ങനെയാണ് നല്ല പാരൻസ് ആവാൻ പറ്റുക എന്നുള്ള ചോദ്യം വരുന്നത്. ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളെല്ലാം, മുതിർന്നത് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഈ കുട്ടിയുടെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ പ്രായത്തിലുള്ള മറ്റ് സിബ്ലിങ്സിനെയും കൂടെ ചേർത്താണ് പറയേണ്ടുന്നത്. ഇവരുടെ എല്ലാവരുടെയും പെരുമാറ്റവും ഇവർ തമ്മിലുള്ള പെരുമാറ്റവും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ പാരൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും പാരൻസ്, അച്ഛനും അമ്മയും എന്നുള്ളത് പോലെ തന്നെ വീട്ടിലുള്ള മറ്റ് വ്യക്തികളുടെയും ഉത്തരവാദിത്വം ആണ്. പ്രത്യേകിച്ച് എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സുള്ള പാപ്പൂപ്പനും അമ്മുമ്മയും അമ്മയും അച്ഛനും കുഞ്ഞും ഒക്കെ കൂടെ താമസിക്കുന്ന വീടുകളാണ് എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ബാക്കി 4 പേരും അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും ഒരുപോലെ പല കാര്യങ്ങളിലും സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ കുട്ടികളുടെ വ്യക്തിത്വം നമുക്ക് ആ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം, കുഞ്ഞുങ്ങളല്ല മുതിർന്നവരാണെങ്കിലും നമ്മളും ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം എന്ന് തോന്നിയാൽ വേറൊരാളോട് പറഞ്ഞ് ആ വെള്ളം ഒന്ന് എടുത്തു തരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തു തരുമോ എന്ന് ചോദിച്ച് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാറുണ്ട്. ഇത് നമ്മൾ ആരോടാണ് കൂടുതൽ പറയാൻ സാധ്യത? നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്നുറപ്പുള്ളവരോടാണ് നമ്മളിത് പറയാൻ സാധ്യത. നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്ന് നമുക്ക് വലിയ വിശ്വാസം ഒന്നുമുള്ളവരല്ല അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ആ സമയത്തുള്ളതെങ്കിൽ അവരോട് നമ്മളിത് പറയാറില്ല. അത് കഴിയുമ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് നമ്മൾ പറയുന്ന ഒരു വ്യക്തി കടന്നു വരുവാണെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കും, വെള്ളം എടുത്തു തരുമോ. ഒരു പക്ഷേ നമ്മളുടെ പ്രതീക്ഷ അവരത് ചെയ്യും എന്നാണെങ്കിലും ആ സമയത്ത് അവരത് ചെയ്യില്ല, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തു തരില്ല, ഞാൻ വേറെ വഴിക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ അവരോട് രണ്ടാമത് ചോദിക്കും, പ്ലീസ് അതൊന്ന് എടുത്തു തന്നിട്ട് പോവോ എന്ന് ചോദിക്കും. ചില കാര്യങ്ങളിൽ ഈ പ്ലീസ് വിട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി മാനിപ്പുലേറ്റീവായിട്ട് ചിലപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾ മീറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ കരഞ്ഞു നോക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യില്ല എന്ന് പറഞ്ഞു നോക്കും, ഇല്ലെങ്കിൽ വാശി പിടിച്ചു നോക്കും. ഇതൊക്കെ സാധാരണ മുതിർന്ന മനുഷ്യരും ചെയ്യാറുള്ള കാര്യം തന്നെയാണ്. ഈ വെള്ളം എന്നൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടാനും നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെയൊക്കെ തന്നെയുള്ള ടെക്നിക്സാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ പലപ്പോഴും എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഹെൽപ്ലെസ് ആണ്. അവർ പലതും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ പല സ്ട്രാറ്റജീസും പലരുടെ അടുത്തും മാറ്റി പ്രയോഗിച്ചു നോക്കും. ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് ഏതാണ് എന്നവർ പഠിക്കുന്നു, അതവർ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കും. അമ്മയോട് പോയി ഒരു കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറ്റില്ല എന്ന് പറയുന്നു. അതേ കാര്യം പോയി അച്ഛനോട് ചോദിച്ചു നോക്കും, അവിടെ നിന്ന് അവർ ഒരു ഹാഫ് ആൻസർ കിട്ടുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അച്ഛനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ ഈസിയറാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പാരൻസ് ബുദ്ധിമുട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സാധനം അവർക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നിടത്താണ്. കടകളിൽ പോകുന്നു, ചോക്ലേറ്റ് വേണം എന്ന് പറയുന്നു, ഒരാളത് വാങ്ങിച്ചു കൊടുക്കൂല എന്ന് പറയുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും കുട്ടി ചോദിക്കുന്നു, പ്ലീസ് 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 എന്നും പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പിച്ചാൻ തുടങ്ങും, ഇല്ലെങ്കിൽ നമ്മളെ ഇറുക്കി പിടിക്കും. ചില കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കരയും. ഇതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. പലപ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ പാരൻസ് ഇതിന് വഴങ്ങിക്കൊടുക്കും. വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുക്കും. ചിലപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നമ്മൾ കുട്ടിയെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കാം. പക്ഷേ ആ മൊമെൻറ്റിൽ അവൻ ആവശ്യമുള്ള സാധനം അവന് കിട്ടി. എങ്ങനെ അവന് കിട്ടി? നമ്മളുടെ വീക്ക്നെസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിട്ടി. എന്തായിരുന്നു ആ വീക്ക്നെസ്? മറ്റുള്ളവർ കണ്ടാൽ നാണക്കേടല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ജനിപ്പിച്ചുകൊണ്ട് ആ കുട്ടി ആ കാര്യം നേടിയെടുത്തു. കുട്ടി എന്താണ് അവിടെ പഠിച്ചത്? എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ന വ്യക്തിയുടെ അടുത്ത് നിന്നാണെങ്കിൽ മറ്റുള്ളവരിത് കേട്ടാൽ മോശമാണ് എന്നുള്ളൊരു തോന്നൽ ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം അതിനു വേണ്ടി
വീണ്ടും അടുത്തൊരു കാര്യം പറയുമ്പോൾ വീട്ടിലാണെങ്കിൽ ഉറക്ക കിടന്ന് കരയുക. നമ്മൾ തൊടണ്ട, അടുത്ത് പോകണ്ട, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ മാത്രം മതി, ഉറക്ക കരയും, സ്ക്രീം ചെയ്യും, വെറുതെ ബഹളം ഉണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തൊട്ടടുത്തടുത്ത് വീടുകളുള്ളതാണ്, നാട്ടുകാർ കേട്ടാൽ നാണക്കേടാണ്, ഇവിടെ എന്തൊരു ബഹളമാണിത് എന്ന് മറ്റുള്ളവർ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ പറയും, എടാ മിണ്ടാതിരിക്കും, നാട്ടുകാർ കേട്ടാൽ പ്രശ്നമല്ലേ, നാണക്കേടല്ലേ, എന്തൊരു മോശമാണിത്, വല്ലവരും കേൾക്കും, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഈ കുട്ടിയെ അടക്കിയിരുത്താൻ ശ്രമിക്കും. അതെങ്ങനെ അടക്കിയിരുത്താൻ ശ്രമിക്കും? ഇത് പറയൽ മാത്രമല്ല, എന്താണോ കുഞ്ഞ് വാശി പിടിക്കുന്നത് അത് കൊടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ നമ്മൾ കുട്ടികളെ പേടിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ബാഡ് പാരൻറ്റിങ് സ്റ്റൈലാണ്. കുട്ടികളൊരു മാനിപ്പുലേറ്ററായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ കാണിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ കുട്ടികളിലല്ല പലപ്പോഴും ബിഹേവിയർ മോഡിഫിക്കേഷൻ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യേണ്ടുന്നത്, പാരൻസിൻ്റെ പെരുമാറ്റത്തിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടുന്നത്. ഇതെങ്ങനെ വരുത്താൻ പറ്റും? വളരെ സട്ടിലായിട്ട്, എല്ലാം കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിമറിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ വളരെ സട്ടിലായിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മളുടെ വീട്ടിനകത്ത് കൊണ്ടുവരണം, പാരൻസിൻ്റെ പ്രവൃത്തികളിൽ കൊണ്ടുവരണം. ഈ പറയുന്ന മുതിർന്ന വ്യക്തികൾ എന്ന് പറഞ്ഞ് ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ നിന്നാൽ മാത്രമേ ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നടക്കാത്ത വാശി അമ്മൂമ്മയുടെ അടുത്ത് പോകും, അവിടെ നിന്ന് സാധിക്കും. ഇല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അടുത്ത് പോകും. ഇങ്ങനെ മറ്റ് വ്യക്തികളെ മാറി മാറി കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾ വാശി പിടിച്ചാൽ നടക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതേ മെൻറ്റാലിറ്റിയുമായിട്ട് കുട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങും, അവൻ്റെ സ്കൂളിലേക്ക് പോകും, മറ്റ് കുട്ടികളുമായിട്ട് ഇടപഴകാൻ പോകും. അവിടെ ഒന്നും പലപ്പോഴും ഈ കൺസിഡറേഷൻ ഈ കുട്ടികൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. സോ നമ്മളുടെ ഉദ്ദേശം ആസ് പാരൻസ്, ഒരു നല്ല പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളുടെ ഉദ്ദേശം എന്തായിരിക്കണം? ഇന്ന് നമ്മുടെ കുഞ്ഞ് കരയുന്നുണ്ടോ, അല്ലെങ്കിൽ വാശി പിടിക്കുന്നുണ്ടോ, അവന് സങ്കടം വരുന്നുണ്ടോ എന്നുള്ളതാവരുത് നമ്മുടെ പ്രയോറിറ്റി. നാളെ ഈ കുട്ടിക്ക് ഭാവിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു റിലേഷൻസ് ഉണ്ടാക്കി സമാധാനപരമായിട്ട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള കരുത്തുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതായിരിക്കണം പാരൻറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന സമയത്തും ഈ കുട്ടി കേപ്പബിൾ ആയിരിക്കണം മറ്റ് വ്യക്തികളുമായോ സമൂഹവുമായോ മറ്റ് സ്ഥലങ്ങളിലോ പോയി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായിരിക്കണം ഒരു പാരൻറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ പാരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കണം, വേണം, ചെയ്യണം എന്നൊരു ഐഡിയലിസ്റ്റിക് മോഡിൽ നമ്മൾ പറയുമ്പോഴും കുട്ടികളോട് നമ്മൾ സ്നേഹം കാണിക്കണം. ഈ സ്നേഹം കാണിക്കുന്നത് അവൻ്റെ എല്ലാ വാശികളും അംഗീകരിച്ചു കൊണ്ടാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ അംഗീകരിക്കണം. കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ, ചില തെറ്റുകൾ നമുക്ക് പൂർണ്ണമായും കണ്ണടയ്ക്കാൻ പറ്റുന്നതായിരിക്കും, ചില തെറ്റുകൾ ഇമ്മീഡിയറ്റ്ലി തിരുത്തേണ്ടുന്നതായിരിക്കും, ചില തെറ്റുകളെ നമുക്ക് സാവകാശം തിരുത്തിയെടുക്കേണ്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് മാത്രമല്ല ചെയ്യുന്നത്, അവരെത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികളോട് അവരുടെ നല്ലതിനെക്കുറിച്ച് കൂടുതൽ പറയൂ. അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെക്കുറിച്ച്, നീ ഇന്നത് ചെയ്തത് എനിക്ക് സന്തോഷമായി, അല്ലെങ്കിൽ വളരെ നല്ലതായിരുന്നു, നീ അത് ചെയ്തപ്പോൾ ഇത്രയും സന്തോഷകരമായ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പോസിറ്റീവ് ഫീഡ്ബാക്സ് കൊടുക്കുന്നു. ഇല്ലാത്ത പോസിറ്റീവ് ഫീഡ്ബാക്സ് അല്ല, ഉള്ള പോസിറ്റീവ് ഫീഡ്ബാക്സ് നമ്മൾ കൊടുക്കുന്നു. പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്സ് കൊടുക്കണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, തെറ്റുകൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കും.
ഇതാണ് നീ ചെയ്ത തെറ്റ്, ഇങ്ങനാണ് നീ എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ ലേബൽ ചെയ്യും. അതേസമയം അവരുടെ നന്മ പലപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. ആ നന്മകളെ നമുക്ക് ചൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇതാണ് നിൻ്റെ നന്മ എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അങ്ങനെ കാണിച്ചു കൊടുത്ത് ശീലമുള്ളൊരു കുട്ടിക്ക് സ്വാഭാവികമായും മറ്റ് വ്യക്തികളിലെയും മറ്റ് സാഹചര്യങ്ങളിലെയും നന്മ കാണാനായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ അവകാശങ്ങൾ മാത്രമല്ല ഉത്തരവാദിത്വങ്ങളുമുണ്ട് എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ചെറിയ പ്രായം മുതലേ തന്നെ ഇത് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ റെസ്ട്രിക്ഷൻ മാത്രമല്ല, ശരിയും തെറ്റും ഏതാണ് എന്ന് കൃത്യമായി കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹം കുഞ്ഞുങ്ങളോട് എക്സ്പ്രസ് ചെയ്ത് അതിന് എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയാം, അവരെ നമുക്ക് കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, അവരുമായി ടൈം സ്പെൻഡ് ചെയ്യാം, അവരുടെ കൂടെ കളിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു റേഞ്ച് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഒരു വര വരച്ചിട്ട് അതിലേ നടക്കാൻ പറയലല്ല, ഒരു റേഞ്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ റേഞ്ചിനകത്തൂടെ അവർക്ക് പോകാം. അതിൻ്റെ എക്സ്ട്രീം സൈഡിലേക്ക് പോകാതെ ആ നടുപ്പാതയിലൂടെ നടന്നു പോകുന്നതാണ് എപ്പോഴും സക്സസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട്, കൂടുതൽ അമർത്തി പിടിച്ചിട്ടുമല്ല, തീരെ ലൂസാക്കി വിട്ടിട്ടുമല്ല, നമ്മളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം, എന്നാൽ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന സമയത്ത് പോകാനും പറ്റണം. ആ നിലയിലായിരിക്കണം നമ്മളുടെ പാരൻറ്റിങ് ടു ആർ കിഡ്സ് എന്ന് പറയുന്നത്.